നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രിയും ആപ് നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകി അയച്ച നടപടി ബിജെപിക്കല്ല കോൺഗ്രസിനാണ് വിനയാവുകയെന്ന് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ. ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആപ് രാജ്യത്ത് എല്ലായിടത്തും മത്സരിക്കുന്നില്ല. 22 സീറ്റുകളിലാണ് അവരുടെ മത്സരം. 14 പഞ്ചാബിലും 7 ഡൽഹിയിലും 1 ഗുജറാത്തിലും. എന്ത് സംഭവിച്ചാലും മാറ്റം ഈ 22 സീറ്റുകളിൽ മാത്രമായിരിക്കും. ഇന്ത്യ മുന്നണിയിലാണ് ആപ് എങ്കിലും പഞ്ചാബിലെ 14 സീറ്റുകളിലും കോൺഗ്രസും ആപ്പും തമ്മിൽ നേരിട്ടാണ് മത്സരം. ആപ്പ് നേടിയാൽ നഷ്ടം കോൺഗ്രസിനാണ്. കേജ്രിവാൾ പുറത്തു വന്നത് പാർട്ടി പ്രവർത്തകരുടെ വീര്യം കൂട്ടിയെന്ന് സത്യമാണ്. പക്ഷേ അത് പഞ്ചാബിനും ഡൽഹിക്കും അപ്പുറം വോട്ടർമാരെ ഒരു തലത്തിലും സ്വാധീനിക്കില്ല. തെലങ്കാനയിലോ ആന്ധ്രയിലോ എവിടെ പോയി കേജ്രിവാൾ പ്രസംഗിച്ചാലും വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കില്ല. അതേസമയം മോദി 3ാമതും പ്രധാനമന്ത്രിയാകും. ബിജെപിക്ക് തെക്ക് കിഴക്ക് മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ബംഗാളിലും തെലങ്കാനയിലും ഒഡീഷയിലും ബിജെപിയുടെ സീറ്റുകൾ കൂടും. ആന്ധ്രയിലും കൂടും. തമിഴ്നാട്ടിലും സീറ്റുകൾ ലഭിക്കും. വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ ബിജെപിക്ക് കാര്യമായി സീറ്റ് കുറയുകയുമില്ല. നിലവിൽ 300 സീറ്റാണ് ബിജെപിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും അതിൽ കുറയാനുള്ള സാധ്യതകളൊന്നുമില്ല. എന്നാൽ NDAക്ക് 400 സീറ്റുകൾ ലഭിക്കുമെന്ന് കരുതുന്നുമില്ല, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും വോട്ടിംഗ് കുറഞ്ഞുവെന്നും ഇത് ബിജെപിയെ ബാധിക്കുമെന്നും ബിജെപിക്ക് ജയം ഉറപ്പില്ലെന്നും മറ്റുമുള്ള പ്രചാരണങ്ങളും വാർത്തകളും വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കുള്ള സാഹചര്യങ്ങൾ ഒന്നും കാണുന്നില്ല. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വൻ തിരിച്ചടിയുണ്ടാകും. NDA സംസ്ഥാന ഭരണം പിടിക്കുമെന്ന സൂചന നൽകി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.